നമസ്കാരം. ഇന്ന് സർജറി ദിവസമാണ്. വീട്ടിൽ നിന്ന് അമ്മ തിരിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട്. പിന്നെ അളിയനും ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ 7 മണിയാകുമ്പോൾ റെഡി ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുളിച്ച് റെഡിയായിട്ട് നിൽക്കുക. ഫുഡൊന്നും കഴിക്കാൻ പാടില്ല കേട്ടോ. ഇപ്പം ഇന്നലെ രാത്രിയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 മണിക്ക് ശേഷം പിന്നെ വെള്ളം കുടിക്കരുത്, ഫുഡ് കഴിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് നിൽക്കുക. ഇനി ഡോക്ടർ വരും കേട്ടോ. അനസ്തേഷ്യ ഡോക്ടർ വരും, ബാക്കി കാര്യങ്ങളൊക്കെ പറയും. പിന്നെ അതിനുശേഷം നമ്മൾ അവിടേക്ക് പോകട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു ഡ്രസ്സ് ഉണ്ട് കേട്ടോ, അതിന് കയറുന്ന ഡ്രസ്സ്. അപ്പോൾ അത് ഇട്ടിട്ട് വേണം അകത്തോട്ട് കയറാനായിട്ട്. പിന്നെന്താ, നമ്മൾ 3ാമത്തെ ആളായിട്ടാട്ടോ. അപ്പം സെക്കൻഡ് ഉള്ളത് ചെറിയ പ്രോസസ്സ് ഉണ്ടോ, അപ്പം പെട്ടെന്ന് തന്നെ ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാവും തോന്നുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ അതിന് ശേഷം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം അനസ്തേഷ്യ വരും. 4 മണിക്കൂർ അങ്ങനെ അനസ്തേഷ്യയുടെ ഇത്. പിന്നെ സർജറി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഉണർത്തും. അതിനുശേഷം ഭയങ്കര ചെറിയ ക്ഷീണം ഉണ്ടാവുമെന്നൊക്കെ പറയാം. അതൊക്കെ ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോട്ടോ. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റൽ ശ്രീധരയിൽ ലിജി നടന്ന സമയത്ത് ഒരുപാട് തവണ ഞാൻ അനസ്തേഷ്യ ഡോക്ടർക്ക് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർ കാര്യങ്ങൾ പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ റിസ്ക് എലമെൻസിനെ കുറിച്ചായിരിക്കും അനസ്തേഷ്യ ഡോക്ടർ പറയുന്നത്. കാരണം അനസ്തേഷ്യ വരുമ്പോൾ ചില സമയത്ത് നമുക്ക് ശ്വാസതടസ്സമോ ശ്വാസമുട്ടലോ അങ്ങനത്തെ ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹൃദയസ്തംഭനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ സർജറി ടൈമിൽ കിഡ്നി ഇൻഫെക്ഷൻസോ അങ്ങനെയെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സിവിയറായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ റിസ്ക് എലമെൻറ്റ്സ് പറയാനായിരിക്കും അനസ്തേഷ്യ ഡോക്ടർ വരുന്നത്. അപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ സമയത്ത് കേൾക്കുമ്പം ഇതേമേ അങ്ങനെ സംഭവിക്കുമെന്ന് പേടി വരും കേട്ടോ. അനസ്തേഷ്യ ഡോക്ടർ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ സംഭവിക്കും, അവരങ്ങനെ സംഭവിക്കുമെന്ന് തന്നെ പറയാറുള്ളൂ കേട്ടോ. അവരുടെ റെസ്പോൺസിബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ പറയും. അപ്പോൾ അത് ഒരുപാട് തവണ കേട്ടതുകൊണ്ട് ഇപ്പോൾ ഒരു സാധാരണ കാര്യം പോലെയാണ്. കാരണം അവരത് പറയുന്നതുകൊണ്ട് അങ്ങനെ സാധാരണ കാര്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ അതൊക്കെ തന്നെ കേട്ടോ. പിന്നെ രാവിലെ വന്ന് അലർജിക്കുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് BP കാര്യങ്ങളൊക്കെ ചെക്ക് ഉണ്ട്. എല്ലാം നോർമലാണ് കേട്ടോ. എന്തോ ഭയം കൊണ്ടെല്ലാം നോർമലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടുന്ന് എല്ലാവരും വരുന്നുണ്ടോ. അപ്പോൾ അമ്മയും ലിജിയും വരുന്നില്ലെന്നാണ് തോന്നുന്നത്. രാവിലെ വിളിച്ചില്ല. ലിജിയും അമ്മ രാത്രിയിലല്ലേ ഇവിടുന്ന് പോയത്. സേഫായിട്ട് എത്തി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അറിഞ്ഞിട്ടുണ്ടാവും എല്ലാവരും സർജറിക്ക് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കുറേ ദിവസമായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്തില്ലായിരുന്നല്ലോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇനി പൂർണ്ണ ഇതിൽ സെറ്റപ്പിൽ തിരിച്ചു വരണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ മാത്രമേ മനസ്സിലുള്ളൂ, വേറെ ഒന്നും മനസ്സിലില്ല. പിന്നെ നമ്മളിവിടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ സർജറി കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് പറയാട്ടോ. ഈ ഒരു സർജറിയുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെയാണ്. പിന്നെ കാപ്പിപ്പൊടി ഒന്ന് രാവിലെ ശ്രീക്കുട്ടൻ കാപ്പി കഴിച്ചു നോക്കണം. ശ്രീക്കുട്ടൻ രാവിലെ ഉണർന്നിരിക്കുകയാണ്. ശ്രീക്കുട്ടൻ എന്നെ നോക്കാനായിട്ട് എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അളിന് വണ്ടിയിലൊക്കെ കൊടുത്തോണ്ട് ഞാൻ പറഞ്ഞു അളിനോട് വരേണ്ടത് പറഞ്ഞു. കാരണം എനിക്ക് വേറെ ബുദ്ധിയിട്ട് പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്നെ നോക്കാനായിട്ട് ഒരാൾ വേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ബൈസ്റ്റാൻഡർ ഒരാൾ വേണമല്ലോ, അതിനിപ്പോൾ രാവിലെ വരും. അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് കേട്ടോ ECV എന്ന് പറഞ്ഞാൽ സ്റ്റെറൈൽ ഡിസ്പോസിബിൾ പേഷ്യൻ്റ് ഗൗണാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇട്ടിട്ട് നിൽക്കാൻ പറഞ്ഞത്. ഇട്ടിട്ടല്ല, അവർ പറയുമ്പം ഇടണം. പിന്നെ അതിൻ്റെ ഏതൊരു ഇഞ്ചക്ഷനും ഒരു IV ഇഞ്ചക്ഷൻ്റെ സാധനം മരുന്നുകൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല. ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം ഞാൻ പിന്നെ വെള്ളം കുടിച്ചിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഒരു ടാഗ് ഉണ്ട് കയ്യിൽ കെട്ടുന്ന, ഓമ്പ കെട്ടാനുള്ള സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. തുറക്കുമോനെ പോവാ ശ്രീക്കുട്ട.
അപ്പോൾ അങ്ങനെ മോനെ തിയേറ്ററിലോട്ട് കയറ്റി. അപ്പോൾ ഞങ്ങൾ 3 പേരും 4 പേരും ഇവിടെ നിൽക്കുക കേട്ടോ. ഇനിയിപ്പോൾ ചിലപ്പം കുറേ സമയം കഴിയുമായിരിക്കും. കുഴപ്പമൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. സമയം 10:30 കേട്ടോ. ഇതുവരെയും വിളിച്ചൊന്നുമില്ല. ഞാനിവിടെ ഇരിക്കുക. അനീഷും പിള്ളേരും കൂടെ പുറത്ത് ചായ കുടിക്കാൻ പോയി. വീട്ടിൽ ലിജി ഒക്കെ അവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലിജി ഞാനും കൂടെ ഇന്നലെ രാത്രി അങ്ങ് പോയായിരുന്നു. രാവിലെയുള്ള വണ്ടിക്ക് ഞാൻ വന്ന്. അപ്പോൾ അവരിപ്പോൾ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്തായാലും തിയേറ്ററിൻ്റെ വാതിൽ ഇവിടെ സ്റ്റെപ്പേൽ ഇരിക്കാമെന്ന് കരുതി കേട്ടോ. ഇവിടെ ഇരിക്കാൻ താഴെ. എത്ര കഴിഞ്ഞില്ല, കയറ്റി അരമണിക്കൂറായി കാണും ഇല്ലയോ? വണ്ടി പറഞ്ഞു വിട്ടോ? എന്താണ് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. ഞങ്ങളത് സ്റ്റെപ്പയിൽ ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പിൽ ഇരിക്കട്ടെ 4 പേരും. ബാക്കിയുള്ള അമ്മയും അച്ഛനും ചേട്ടനും ദേവനും അടുത്താണ് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്യണേ. ഒരു അരമുക്കാൽ മണിക്കൂറാണല്ലോ ഇപ്പോൾ ചേട്ടൻ. 1 മണിക്കൂർ ആവാറായിട്ടോ. അപ്പോൾ എന്തായാലും അനൗൺസ്മെൻ്റ് ഉണ്ടാവും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. ചേട്ടായുടെ സർജറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൂമിൽ പോയിട്ട് അതേ താഴത്തേക്ക് ഇറങ്ങി പോകട്ടോ. നമ്മളെ കേട്ടത്തില്ലല്ലോ ഇതിന്. കണ്ടോ, ഒരു ഭാര്യ വന്നിരുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ടോ? ഭർത്താവ് മയക്കം മയക്കം മയക്കം. അത് കുറേ അറിയുമൊക്കെ അത് കാണില്ല. ലിജി മുന്നിൽ കയറിയുന്നു. ലിജി എവിടെ പോവാ? ലിജി എവിടെ പോന്ന? കെട്ടിയനെ കാണാൻ പോവാന്നോ? ആ പൊയ്ക്കോ. അവിടെ ചെല്ലുന്നതിനും അവരങ്ങ് പോവും. ഞാനങ്ങോട്ടൊന്ന് പൊക്കോട്ടെ.
നേരം ഉണ്ടത് ഒഴിഞ്ഞില്ല കഴിയുന്നു. എന്ത് പറഞ്ഞേ? എന്ത് പറഞ്ഞു? കണ്ടു. കുഴപ്പമില്ലല്ലോ, ഇനി വീട്ടിൽ പോകാല്ലേ? ടൂർ കിട്ടോ? ആണോ? ഞാൻ കണ്ടില്ല. ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ. അതുണ്ടോ? അത് നാളെ ഇന്ന് വൈകുന്നേരത്തെ കൊണ്ടുവന്നു കാണാഞ്ഞത്. ഞാനും ഉമ്മാനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്.